എനിക്ക് സമയമില്ല, ഇത് കഴിഞ്ഞിട്ടാവാം. അപ്പൊ അതുകൊണ്ട് ഔട്ട് പറഞ്ഞോളൂ സർ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് അവിടെയുള്ള ആളുകൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ നോളജ് ഇക്കോണമിയാണ് കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നതെന്ന്. അഭിമാനത്തോടു കൂടിയാണ് കഴിഞ്ഞ ഗവൺമെന്റ് അത് നയമായിട്ട് അവതരിപ്പിച്ചിരുന്നത്. ഇത്ര പെട്ടെന്ന് നോളജ് ഇക്കോണമി എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് ചതുർത്ഥിയായി മാറിയോ? അത് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാത്തോണ്ടാ. ലോകം ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കാത്തോണ്ടാ, അങ്ങ് ശ്രദ്ധിക്കാത്തോണ്ടാ. ലോകം, ഞാൻ ഇവിടെ സമയം തരാന്ന് വെച്ചാൽ മണിക്കൂറുകൾ പറയാം. ലോകത്തെ നിയോലിബറൽ, ഞാൻ പറഞ്ഞേക്കൂ, ലോകത്തെ നിയോലിബറൽ പോളിസി തകർന്നു കിടക്കുമ്പോൾ, മുതലാളിത്തത്തിന് അതുമായി മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ അവർ പുതിയൊരു ലോകത്തെക്കുറിച്ച് ആലോചിക്കുന്നു. അത് നോളജ് ഇക്കോണമിയാണ് എന്നുമ്പോ ആ നോളജ് ഇക്കോണമിയിൽ ഞാൻ പറഞ്ഞ കേൾക്കൂ, നോളജ് ക്യാപിറ്റൽ ആണ് അവിടെ ചൂഷണത്തിന് ഉപയോഗിക്കുന്നത്. കേൾക്കുണ്ടോ? നോളജ് ക്യാപിറ്റൽ ആണ് ചൂഷണം. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നവകേരള എന്ന സങ്കല്പത്തിലൂടെ ഇവിടെ വളർത്താൻ ഉദ്ദേശിച്ചത് ജ്ഞാനകേരളം, നവകേരളത്തിന്റെ ജ്ഞാനസമൂഹമാണ്. ജ്ഞാനസമൂഹം എന്ന് പറയുന്നത് അറിവിന്റെ സാർവത്രികവൽക്കരണമാണ്. നോളജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അറിവിന്റെ കേന്ദ്രീകരണമാണ്, കുത്തകവൽക്കരണമാണ്. അങ്ങേക്ക് മനസ്സിലായിട്ടോ ഞാൻ പറഞ്ഞത്? ഇത് മനസ്സിലായോ? ആ വിഷയം അതാണ്.